ഈ ആഴ്ചയിൽ നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട തൊഴിൽ വാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് C-D പരീക്ഷാ തീയതിയിൽ മാറ്റം. നേരത്തെ ഡിസംബർ 24 മുതൽ 30 വരെ നടത്താമെന്നാണ് SSC അറിയിച്ചിരുന്നത്. എന്നാൽ പുതിയ ഷെഡ്യൂൾ പ്രകാരം പരീക്ഷ ഡിസംബർ 22 മുതൽ 24 വരെ ആയിരിക്കും. പരീക്ഷയ്ക്കായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് SSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ ssc.nic.in സന്ദർശിച്ച് പുതുക്കിയ ഷെഡ്യൂൾ കാണാം. SSC സ്റ്റെനോഗ്രാഫർ 2019 പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് വൈകാതെ വെബ്സൈറ്റിൽ ലഭ്യമാകും. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ ssc.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹോം പേജിൽ കാണുന്ന അഡ്മിറ്റ് കാർഡ് ടാബ് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾ അപേക്ഷിച്ചിട്ടുള്ളത് ഏത് പരീക്ഷയ്ക്കാണോ അതിന്റെ ലിങ്ക് കാണാൻ കഴിയും. തുടർന്ന് ലോഗിൻ വിവരങ്ങൾ നൽകുക. SSC സ്റ്റെനോഗ്രാഫർ അഡ്മിറ്റ് കാർഡ് സ്ക്രീനിൽ കാണാം. ഇത് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് സൂക്ഷിക്കുക. IOCL-ൽ 436 ഒഴിവുകൾ ഓൺലൈനായി വേണം അപേക്ഷിക്കേണ്ടത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിലെ ടെക്നിക്കൽ, നോൺ ടെക്നിക്കൽ, അപ്രന്റീസ് ഒഴിവുകളിലേക്ക് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് IOCL.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷ സമർപ്പിക്കാം. ഡിസംബർ 19 വരെ അപേക്ഷിക്കാൻ സമയമുണ്ട്. 436 ഒഴിവുകളാണുള്ളത്. ഡിസ്റ്റൻസ് വിദ്യാഭ്യാസം, പാർട്ട് ടൈം, കറസ്പോണ്ടൻസ് എന്നീ രീതികളിൽ പഠിച്ച് പാസ്സായവർ അപേക്ഷിക്കേണ്ടതില്ല. BE, BTech, MBA, CA, LLB, MCA തുടങ്ങിയ ഡിഗ്രിയുള്ളവർക്ക് വിവിധ വിഭാഗങ്ങൾക്കായി അപേക്ഷിക്കാം. കുറഞ്ഞ പ്രായപരിധി 18 വയസ്സും ഉയർന്ന പ്രായപരിധി 24 വയസ്സുമാണ്. 30/11/2020 അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കുന്നത്. SC, ST, OBC, ഭിന്നശേഷിക്കാർ എന്നിവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ ഇളവുണ്ട്. 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് മാത്രമായിരിക്കും പ്രായം തെളിയിക്കാൻ ഹാജരാക്കേണ്ട രേഖ. എയർഫോഴ്സ് റിക്രൂട്ട്മെന്റ് റാലി ഡിസംബർ 10 മുതൽ. വിവിധ കേന്ദ്രങ്ങളിലെ എയർലൈൻ ഗ്രൂപ്പ് X, Y ട്രേഡുകളിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ച് ഇന്ത്യൻ എയർഫോഴ്സ്. ഔദ്യോഗിക വിജ്ഞാപനം എയർഫോഴ്സിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. നവംബർ 27 മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കും. രജിസ്ട്രേഷൻ ആരംഭിക്കുന്നതോടെ ഉദ്യോഗാർത്ഥികൾക്ക് റിക്രൂട്ട്മെന്റ് റാലിയിൽ ഓൺലൈനായി അപേക്ഷിക്കാം. എയർമാൻ സെലക്ഷൻ.cdac.in എന്ന വെബ്സൈറ്റ് വഴി നവംബർ 28 വൈകുന്നേരം 5 വരെ രജിസ്റ്റർ ചെയ്യാം. അവിവാഹിതരായ പുരുഷന്മാർക്ക് പങ്കെടുക്കാം. ഡിസംബർ 19 മുതൽ ഡൽഹി, ഉത്തർപ്രദേശ്, ബീഹാർ, ഭോപ്പാൽ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ റാലി നടക്കും. ഗ്രൂപ്പ് X ട്രേഡ്, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങൾക്ക് +2-ൽ കുറഞ്ഞത് 50% മാർക്കോടെ പാസ്സായവർക്ക് അപേക്ഷിക്കാം. അതല്ലെങ്കിൽ 3 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയുള്ളവർക്കും യോഗ്യതയുണ്ട്. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ സയൻസ്, ഇൻസ്ട്രുമെന്റേഷൻ ടെക്നോളജി, ഇൻഫോർമേഷൻ ടെക്നോളജി എന്നീ ട്രേഡുകളിൽ സർക്കാർ അംഗീകൃത പോളിടെക്നിക്കൽ കോളേജിൽ നിന്ന് കുറഞ്ഞത് 50% മാർക്കോടെ പാസ്സായവരായിരിക്കണം. ഇംഗ്ലീഷിൽ 50% മാർക്കും ഉണ്ടായിരിക്കണം. ഇന്റർമീഡിയറ്റ്, +2 തത്തുല്യമാണ് വിദ്യാഭ്യാസ യോഗ്യത. കുറഞ്ഞത് 50% മാർക്ക് ഉണ്ടായിരിക്കണം. 2 വർഷത്തെ വൊക്കേഷണൽ കോഴ്സ് 50% മാർക്കോടെ പാസ്സായവർക്കും അപേക്ഷിക്കാൻ അർഹതയുണ്ട്. ഗ്രൂപ്പ് Y നോൺ ടെക്നിക്കൽ, മെഡിക്കൽ അസിസ്റ്റന്റ് ട്രേഡ് ഇന്റർമീഡിയറ്റ്, +2 തത്തുല്യം, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് വിഷയങ്ങൾ പഠിച്ചിരിക്കണം. കുറഞ്ഞത് 50% മാർക്ക് ഉണ്ടായിരിക്കണം. കാനറ ബാങ്കിൽ 220 സ്പെഷ്യലിസ്റ്റ് ഓഫീസർ 25 മുതൽ അപേക്ഷിക്കാം. കാനറ ബാങ്കിലെ 220 സ്പെഷ്യലിസ്റ്റ് ഓഫീസർ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. BI സ്പെഷ്യലിസ്റ്റ്, SOC അഡ്മിനിസ്ട്രേറ്റർ, മാനേജർ, സീനിയർ മാനേജർ, കോസ്റ്റ് അക്കൗണ്ടന്റ്, ഡാറ്റ മൈനിംഗ് എക്സ്പേർട്ട് തുടങ്ങിയ തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എഴുത്തു പരീക്ഷ ഉണ്ടാകും. ഇതിൽ ജയിക്കുന്നവരെ ഗ്രൂപ്പ് ഡിസ്കഷനും അഭിമുഖവും നടത്തിയായിരിക്കും തിരഞ്ഞെടുക്കുക. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. നവംബർ 25 മുതൽ അപേക്ഷിക്കാൻ അവസരമുണ്ട്. ഡിസംബർ 15 അപേക്ഷിക്കേണ്ട അവസാന തീയതി. വിശദവിവരങ്ങൾക്ക് കാനറ ബാങ്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാം. കേരള ഹൈക്കോടതി ഗാർഡൻ തസ്തികയിൽ അപേക്ഷ ക്ഷണിച്ചു. പരസ്യവിജ്ഞാപന നമ്പർ 21/2020. 3 ഒഴിവുകളാണുള്ളത്. നേരിട്ടുള്ള നിയമനമായിരിക്കും. യോഗ്യത 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം. സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിൽ നിന്ന് ലഭിച്ച ഗാർഡനിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ നഴ്സറി മാനേജ്മെന്റ്, ഓർണമെന്റൽ ഗാർഡനിംഗ്, അഗ്രികൾച്ചർ പ്ലാന്റ് പ്രൊട്ടക്ഷൻ, അഗ്രികൾച്ചർ VHSC എന്നിവയാണ്. പ്രായം 2/1/1984 1/1/2002 ഇടയിൽ ജനിച്ചവരായിരിക്കണം. 2 തീയതികളിലും ഉൾപ്പെടെ സംവരണ വിഭാഗത്തിന് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കും. അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ എഴുത്തു പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുക.
അപേക്ഷാ ഫീസ് 450 രൂപയാണ്. SC/ST, തൊഴിൽരഹിത ഭിന്നശേഷിക്കാർ എന്നിവർക്ക് ഫീസില്ല. ചെലാൻ വഴിയും ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് വഴിയും നെറ്റ് ബാങ്കിംഗ് വഴിയും ഫീസ് അടയ്ക്കാവുന്നതാണ്. അപേക്ഷിക്കേണ്ട വിധം 2 ഘട്ടങ്ങളിലായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷകന് ഉപയോഗപ്രദമായ മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും ഉണ്ടായിരിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കാനുമായി www.hckrecruitment.nic.in എന്ന വെബ്സൈറ്റ് കാണുക. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് കോസ്റ്റ് ഗാർഡിൽ ചേരാൻ അവസരം. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലെ നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ച് കുക്ക് സ്റ്റ്യൂവാർഡ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാനാകും. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. joinindiancoastguard.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാം. നവംബർ 30 മുതൽ ഡിസംബർ 7 വരെയാണ് അപേക്ഷിക്കാൻ അവസരമുള്ളത്. 10ാം ക്ലാസ്സിൽ 50% കുറയാതെ മാർക്ക് നേടി ജയിച്ചവർക്കാണ് അപേക്ഷിക്കാൻ യോഗ്യതയുള്ളത്. 50 ഒഴിവുകളാണുള്ളത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് നാവിക് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ 18 വയസ്സിനും 22 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം. സവർണ വിഭാഗക്കാർക്ക് ഉയർന്ന പ്രായപരിധിയിൽ നിയമപ്രകാരമുള്ള ഇളവ് ലഭിക്കും. ഇനി ഒരാഴ്ചയിൽ നിങ്ങൾ അറിയേണ്ട തൊഴിൽ വാർത്തകളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.